നമസ്കാരം. കേരളത്തിലെ 14 ജില്ലകളിൽ ഇടുക്കിയും വയനാടുമാണ് റെയിൽവേ കടന്നുപോകാത്ത ജില്ലകൾ. ഇവിടുത്തുകാർ മറ്റിടങ്ങളിലേക്ക് പോകാനും മറ്റു ജില്ലക്കാർക്ക് ഇവിടേക്ക് എത്താനും ആശ്രയിക്കുന്നത് ബസ് സർവീസുകളാണ്. നിർദ്ദിഷ്ട ശബരി റെയിൽപാത തൊടുപുഴയുടെ സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ കേരളത്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ബോഡി നായ്ക്കന്നൂർ വരെ തീവണ്ടി സർവീസ് ഉണ്ട്. പ്രകൃതി ഭംഗി കൊണ്ടും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വിളനിലമെന്ന നിലയിലും വികസന സാധ്യതകൾ ഏറെയുള്ള ഇടമാണ് ഇടുക്കി. ഗതാഗതത്തിലും ചരക്കു ഗതാഗതത്തിലും ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമെന്ന നിലയ്ക്ക് ട്രെയിൻ സർവീസുകൾ ഏറെ ആവശ്യമുള്ള ജില്ലകളാണ് വയനാടും ഇടുക്കിയും. സുഗന്ധ വ്യഞ്ജനങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി പ്രോസസ്സ് ചെയ്യുകയും അവയ്ക്ക് മികച്ച വിപണി സാധ്യതകൾ ലഭിക്കുകയും ചെയ്യുന്നതിനായി കച്ചവടക്കാർക്ക് എത്തിച്ചേരുവാനും ചരക്കു നീക്കം സാധ്യമാക്കുവാനുമുള്ള സാഹചര്യം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന ആവശ്യമുയരാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ചരക്കു ഗതാഗതം കൂടാതെ ടൂറിസം മേഖലയിലെ വികസനത്തിനും ട്രെയിൻ സർവീസുകൾ കൂടുതൽ ഉപകാരമാകും. ഉന്നത വിദ്യാഭ്യാസത്തിനായി സമീപ ജില്ലകളെയും സമീപ സംസ്ഥാനങ്ങളെയും ആശ്രയിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്കും ഇത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർ ഇടുക്കി ജില്ലയിലൂടെ കടന്നു വരാറുണ്ട്. റോഡ് മാർഗമുള്ള യാത്ര അതികഠിനമാണ്. ഇടുക്കിയിൽ റെയിൽപാത വരുന്നതിലൂടെ ഭക്തന്മാരുടെ ദുരിതപൂർണമായ യാത്രയ്ക്കും പരിഹാരമാകും. ജമ്മു കാശ്മീരിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് ബ്രിഡ്ജ് നിർമ്മിക്കുകയും 37,000 കോടി രൂപ ചെലവിട്ട് 26 സ്റ്റേഷനോട് കൂടിയ ഭൂഗർഭ മെട്രോ റെയിൽ പദ്ധതി മുംബൈയിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്ത് അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേക്ക് ഇടുക്കിയിലും വയനാടും റെയിൽ ഗതാഗതം നടപ്പാക്കുക എന്നത് അസാധ്യമല്ല എന്നതാണ് വസ്തുത. ഇന്നിരിക്കെ ഒരു സർവേ നടത്തി ഇടുക്കി ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങൾ ബന്ധപ്പെടുത്തി ട്രെയിൻ ഗതാഗതം ആസൂത്രണം ചെയ്യണമെന്നാണ് ഇടുക്കി ആസ്ഥാനമായ ജനം സൗഹൃദവേദി ആവശ്യപ്പെടുന്നത്.